റെയിൽവേ രംഗത്ത് റെയിൽവേ വികസന രംഗത്ത് വിസ്മയകരമായ വിപ്ലവമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തുണ്ടായത്. എന്നാൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഭരണകാലത്ത് കേരളത്തോട് അതിക്രൂരമായ അവഗണനയാണ് ഉണ്ടായത്. കേരളത്തെ ഒരു സംസ്ഥാനമായിട്ട് പോലും കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് പരിഗണിച്ചിരുന്നില്ല. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി, ഞങ്ങൾ BJP-യുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം വികസിത കേരളം എന്നുള്ളതാണ്. ഞങ്ങൾ അധികാരം കിട്ടിയിട്ടില്ല കേരളത്തിൽ. ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വികസിത കേരളം അത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഇതിനെ തുടർന്ന് ഞങ്ങൾ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമം ആരംഭിച്ചു. ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ അന്ന് റെയിൽവേ മിനിസ്റ്ററെ ഞങ്ങൾ കണ്ടിരുന്നു. 2 തവണ കണ്ടു. ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 200ഓളം സ്പെഷ്യൽ ട്രെയിൻസ് ഓണാഘോഷത്തോടനുബന്ധിച്ച് അനുവദിച്ചിട്ടുണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന് 8 കോച്ച് എന്നുള്ളത് 16 കോച്ചുകളായി വർദ്ധിപ്പിച്ചു. അതേപോലെ നമ്മുടെ മറ്റ് 24 കോച്ചുകൾ ഇല്ലാത്ത ദീർഘദൂര തീവണ്ടികൾക്ക് മുഴുവൻ അധികം കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഇത് മാത്രമല്ല, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനി അടുത്ത 3 വർഷം, ഇപ്പൊ 3300 കോടിയാണല്ലോ ഇപ്പൊ റെയിൽവേ വികസനത്തിന് വേണ്ടി കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത്. പക്ഷെ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇതിന്റെ 10 മടങ്ങ് കോടികളാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടി അനുവദിക്കാൻ പോകുന്നത്. തത്വത്തിൽ ഞങ്ങളുടെ ചർച്ചകൾ ഞങ്ങൾ പുതിയ തീവണ്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 3 വന്ദേ ഭാരത് തീവണ്ടികൾ ഓടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പകലോടുന്ന വന്ദേ ഭാരതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി രാത്രി കാലത്തോടുന്ന സ്ലീപ്പർ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻസ് അത് അനുവദിക്കും എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള BJP സംഘം റെയിൽവേ മന്ത്രിയെ കണ്ട സമയത്ത് തത്വത്തിൽ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻസ് ഉൾപ്പെടെയുള്ള പുതിയ ട്രെയിനുകൾ വരാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല, മംഗലാപുരത്ത് നിന്ന് ഷൊർണൂരിലേക്ക് ഇപ്പൊ 2 വരി പാത എന്നുള്ള 4 വരി പാതയാക്കാൻ പോകുന്നു. ഷൊർണൂർ ടു എറണാകുളം ഇപ്പം 2 വരിയാണുള്ളത്, അത് 3 വരി പാതയാക്കാൻ പോകുന്നു. ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും അപ് ടു കന്യാകുമാരി വരെ 3 വരി പാത അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടപ്പിലാകുന്ന സമയത്ത് നമുക്ക് നിലവിൽ അനുവദിച്ച 3300 കോടിയുടെ ഒരു 10 മടങ്ങിലധികം തുക റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിൽ ലഭിക്കും. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത് മറച്ചു പിടിക്കാൻ ഒന്നും ചെയ്യാത്തവര് ഇപ്പോ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മംഗലാപുരം പാലക്കാട് ഡിവിഷനോട് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ മാറുകയോ ചെയ്തതുകൊണ്ട് യാത്രക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. വികസന രംഗത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അത് പരിഹരിക്കാനും ഇതിലും കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും BJP തയ്യാറാകും എന്നും ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.